أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ചില സഹാബാക്കളുടെ പരാമർശങ്ങളിൽ കുറച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ വിവരിക്കുന്നതാണ്. ഈ വിവരണങ്ങളിൽ ഇന്ന് ഹസ്രത്ത് അബ്ദുല്ലാഹിബ്നു ജഹ്ഷിനെ കുറിച്ചാണ് ആദ്യം വിവരിക്കുന്നത്. അദ്ദേഹം ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ഈ ഗോത്രം ബനി അബ്ദ് ഷംസിന്റെ ശാഖയായിരുന്നു എന്ന് ചിലർ പറയുന്നു. ചിലരുടെ അഭിപ്രായപ്രകാരം ഈ ഗോത്രം ഹറഫ് ബിൻ ഉമയ്യയുടെ ശാഖയാണ് എന്നും പറയുന്നുണ്ട്. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷിന്റെ ശരീര പ്രകൃതിയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: അദ്ദേഹം വളരെ ഉയരം കൂടിയ ആളോ ഉയരം കുറഞ്ഞ വ്യക്തിയോ അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ തലമുടി വളരെ ഇടതൂർന്നതായിരുന്നു. ഒരു ദൗത്യവേളയിൽ അദ്ദേഹത്തെ അമീറാക്കി നിയമിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സുദൃഢതയെയും സ്ഥൈര്യത്തെയും നിർഭയത്വത്തെയും വെളിപ്പെടുത്തുന്നു. ഹദ്റത്ത് സഅദ് ബിൻ അബി വഖാസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മേൽ അമീറായി നിയമിക്കുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങളെക്കാൾ മികച്ചവനല്ലായിരിക്കാം, എന്നാൽ വിശപ്പും ദാഹവും സഹിക്കുന്നതിൽ നിങ്ങളെക്കാൾ ശക്തിയുള്ള വ്യക്തിയാണ്. പിന്നെ പറയുന്നു, ഞങ്ങൾ അബ്ദുല്ലാ ബിൻ ജഹ്ഷിന്റെ നേതൃത്വത്തിൽ മക്കയ്ക്കും തായിഫിനുമിടയിലുള്ള നഹ്ല താഴ്വരയിലേക്ക് പോയി. ഈ ദൗത്യത്തിലെ വിജയത്തിന് ശേഷം ലഭിച്ച സമരാർജിത സ്വത്തുക്കളെ കുറിച്ച് ഇപ്രകാരം എഴുതുന്നു: ചിലരുടെ അഭിപ്രായപ്രകാരം ഈ യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് മുതൽ ആദ്യമായി മുസ്ലിങ്ങൾ നേടിയെടുത്ത ഗനീമത്ത് മുതലായിരുന്നു. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷ് ഈ സമരാർജിത സ്വത്തുക്കൾ 5 ഭാഗങ്ങളായി തിരിക്കുകയും അതിൽ 4 ഭാഗങ്ങൾ വിതരണം ചെയ്യുകയും ബാക്കി വന്ന ഒരു ഭാഗം ബൈത്തുൽ മാലിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. ഇത് അന്നേ ദിവസം നിശ്ചയിക്കപ്പെട്ട ആദ്യത്തെ ഖുംസ് അഥവാ 5-ൽ 1 ഇമാം ഷാഫിയിൽ നിന്നുള്ള നിവേദനം: ഇസ്ലാമിൽ പതാകയുടെ ആരംഭം കുറിച്ചത് ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷ് ആയിരുന്നു. അതുപോലെ ആദ്യമായി ഗനീമത്ത് മുതൽ ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷ് മുഖേനയാണ് നേടിയെടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തത്. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബിയീൻ എന്ന ഗ്രന്ഥത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു: മക്കയിലെ നേതാവായിരുന്ന ഒയ്സ് ബിൻ ജാബിർ ഖുറൈശികളുടെ ഒരു സംഘവുമായി വളരെ കൗശലപൂർവ്വം മദീന പട്ടണത്തിന് വെറും 3 മൈൽ ദൂരത്തുള്ള മേച്ചിൽപ്പുറത്ത് മിന്നലാക്രമണം നടത്തുകയും ഇത് വേറൊരു യുദ്ധമാണ്, മുസ്ലിങ്ങളുടെ ഒട്ടകങ്ങളെയും മറ്റും തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഈ മിന്നലാക്രമണം സ്വാഭാവികമായും മുസ്ലിങ്ങളെ കോപാകുലരാക്കി. മദീനയെ ആക്രമിച്ച് മുസ്ലിങ്ങളെ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഖുറൈശി നേതാക്കന്മാരുടെ ഭീഷണി മുൻപേ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് മുസ്ലിങ്ങൾ വളരെയധികം ചിന്താകുലരായി. ഈ അപായങ്ങളെ മുൻനിർത്തി ഖുറൈശികളുടെ നീക്കങ്ങളെക്കുറിച്ച് യഥാസമയം അറിയുന്നതിന് വേണ്ടിയും മദീന എല്ലാ തരത്തിലുമുള്ള മിന്നൽ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാനും വേണ്ടി ഖുറൈശികളുടെ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ഇതിനെക്കുറിച്ച് മുമ്പും പരാമർശിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലക്ഷ്യത്തിന് വേണ്ടി 8 മുഹാജിരീങ്ങളുടെ ഒരു സംഘത്തെ തയ്യാറാക്കി. ഖുറൈശികളുടെ രഹസ്യ നീക്കങ്ങളെക്കുറിച്ച് വിവരം എളുപ്പം ലഭിക്കുന്നതിന് വേണ്ടി ബുദ്ധിപൂർവം
ഈ സംഘത്തിൽ ഖുറൈശികളുടെ വിവിധ ഗോത്രങ്ങളിലെ വ്യക്തികളെ നിയമിച്ചു. ഈ സംഘത്തിന്റെ അമീറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതൃ സഹോദരപുത്രൻ അബ്ദുല്ലാ ബിൻ ജാഷിനെ നിയമിക്കുകയും ചെയ്തു. ഈ സംഘത്തിന്റെ ദൗത്യ ലക്ഷ്യം സാധാരണ മുസ്ലിങ്ങളിൽ നിന്നും രഹസ്യമായിരിക്കുന്നതിന് വേണ്ടി സംഘത്തിന്റെ അമീറിനോട് പോലും അവരെ എങ്ങോട്ട് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് അയക്കുന്നത് എന്ന് പറഞ്ഞിരുന്നില്ല. മറിച്ച് അവർ യാത്രയാകുമ്പോൾ അവരുടെ കയ്യിൽ ഒരു സീല് വെച്ച കത്ത് നൽകുകയും ഈ കത്തിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ സംഭവം മുമ്പും വിവരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിന്റെ വിശദീകരണം പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എഴുതുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെട്ട് 2 ദിവസത്തെ യാത്ര പൂർത്തിയാകുമ്പോൾ ഈ കത്ത് തുറന്നു നോക്കുകയും അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും തങ്ങളുടെ യജമാനന്റെ കൽപ്പന പ്രകാരം പുറപ്പെടുകയും 2 ദിവസത്തെ യാത്ര പൂർത്തിയാക്കിയതിനു ശേഷം അബ്ദുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് തുറന്നു നോക്കുകയും ചെയ്തു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾ മക്കയ്ക്കും തായിഫിനും ഇടയിലുള്ള നഹ്ല താഴ്വരയിലേക്ക് പോവുകയും ഖുറൈശികളുടെ അവസ്ഥയെക്കുറിച്ച് അറിയുകയും നമ്മെ വിവരമറിയിക്കുകയും ചെയ്യുക. മക്കയുടെ ഇത്രയും അടുത്തുപോയി വിവരങ്ങൾ ശേഖരിക്കുക വളരെ അപകടകരമായ ഒരു ജോലി ആയതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കത്തിന്റെ അവസാനത്തിൽ ഇപ്രകാരം ഒരു നിർദ്ദേശവും എഴുതിയിരുന്നു, ഈ വിവരം അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സംഘത്തിലെ ആരെങ്കിലും ഈ സംഘത്തോടൊപ്പം തുടരുന്നതിൽ അമാന്തിക്കുകയും തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ തിരികെ വരാൻ അനുവദിക്കുകയും ചെയ്യുക. അബ്ദുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശം തന്റെ കൂട്ടാളികളെ കേൾപ്പിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഞങ്ങൾ എല്ലാവരും സസന്തോഷം ഈ സേവനത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയുണ്ടായി. അതിനുശേഷം ഈ സംഘം നഹ്ലയിലേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ ബഹ്റാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ സഅദ് ബിൻ അബി വക്കാസിന്റെയും ഉത്ബ ബിൻ ഖസ്വാന്റെയും ഒട്ടകം കാണാതെ പോവുകയും അവർ അതിനെ തെരഞ്ഞ് തങ്ങളുടെ കൂട്ടാളികളിൽ നിന്ന് വിട്ടുപോവുകയുമുണ്ടായി. വളരെയധികം തെരഞ്ഞതിന് ശേഷവും അതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ സംഘം 6 ആളുകളായി ചുരുങ്ങി. ഹസ്രത്ത് സഅദ് ബിൻ അബി വക്കാസിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അതിന്റെ ചില ഭാഗങ്ങളും വിവരിച്ചിട്ടുണ്ട്. വീണ്ടും എഴുതുന്നു, മിസ്റ്റർ മാർഗലസ് ഈ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, സഅദ് ബിൻ അബി വക്കാസും ഉത്ബ ബിൻ ഖസ്വാനും മനഃപൂർവ്വം തങ്ങളുടെ ഒട്ടകത്തെ ഉപേക്ഷിക്കുകയും അങ്ങനെ സംഘത്തിൽ നിന്ന് വിട്ടുമാറുകയും ചെയ്തു. അദ്ദേഹം എഴുതുന്നു, ഇസ്ലാമിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ വ്യക്തികളുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും അവരുടെ ധൈര്യത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും സാക്ഷ്യങ്ങളാണ്. ഇതിലൊരാൾ ബേറെ മൗന യുദ്ധത്തിൽ കാഫറുകളാൽ ഷഹീദാക്കപ്പെടുകയും മറ്റൊരാൾ ധാരാളം ആപൽക്കരമായ യുദ്ധങ്ങളിൽ നിർണായക പങ്കുവഹിക്കുകയും അവസാനം ഇറാഖിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഇത്തരം ആളുകളുടെ മേൽ വിവിധ രീതിയിലുള്ള സംശയങ്ങൾ വെച്ചു പുലർത്തുകയും അതും തന്റെ മനസ്സിൽ തോന്നിയതുപോലെ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് മിസ്റ്റർ മാർഗലസിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എഴുതുന്നു, മാർഗലിസ് സാഹിബ് തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ഞാൻ ഈ പുസ്തകം തികച്ചും പക്ഷപാതരഹിതമായിട്ടാണ് എഴുതിയത്. പക്ഷേ ഈ വാക്കും ആക്ഷേപാർഹം തന്നെയാണ്. എഴുതുന്നു, മുസ്ലിങ്ങളുടെ ഈ ചെറിയ സംഘം നഹ്ലയിലെത്തി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി. അവരിൽ ചിലർ രഹസ്യം സൂക്ഷിക്കണമെന്ന ചിന്തയിൽ തങ്ങളുടെ തല മുണ്ഡനം ചെയ്തു. അങ്ങനെയാകുമ്പോൾ വഴിപോക്കരും മറ്റും അവർ ഉംറയ്ക്ക് പോകുന്നവരാണെന്ന് കരുതി സംശയിക്കുകയില്ല. പക്ഷെ അവർ അവിടെ എത്തി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഖുറൈശികളുടെ ഒരു ചെറിയ സംഘം എത്തിപ്പെട്ടു. അവർ തായിഫിൽ നിന്ന് മക്കയിലേക്ക് പോവുകയായിരുന്നു. ഈ 2 സംഘങ്ങളും പരസ്പരം മുഖാമുഖം വന്നു. എന്ത് ചെയ്യണമെന്ന് മുസ്ലിങ്ങൾ കൂടിയാലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ രഹസ്യമായി വിവരങ്ങൾ അറിയാൻ അയച്ചതായിരുന്നു. എന്നാൽ മറുഭാഗത്ത് യുദ്ധം ആരംഭിച്ചു. ഇപ്പോൾ 2 ശത്രുപക്ഷവും മുഖാമുഖമാണുള്ളത്. മാത്രമല്ല ഖുറൈശികളുടെ സംഘക്കാർ സ്വാഭാവികമായും മുസ്ലിങ്ങളെ കാണുമ്പോൾ സന്ദേശ കൈമാറ്റം എന്ന രഹസ്യം മറിഞ്ഞിരിക്കുകയുമില്ല. ഒരു സമയത്ത് ചില മുസ്ലിങ്ങൾ ഇങ്ങനെയും ചിന്തിച്ചു, ഒരുപക്ഷെ ഇത് റജബിലെ ദിവസമാകുന്നു, അതായത് വിശുദ്ധ മാസങ്ങളിലെ അവസാന ഘട്ടമാകുന്നു. അതിൽ അറബികളുടെ പുരാതന നിയമം അനുസരിച്ച്
യുദ്ധങ്ങൾ അനുവദനീയമല്ല. അവർ കരുതിയത് റജബ് കഴിഞ്ഞ് ഷേബാൻ തുടങ്ങിയെന്നാണ്. ചില നിവേദനങ്ങൾ അനുസരിച്ച് ഈ സംഘം ജമാദിയുൽ ആഖിറിലാണ് അയക്കപ്പെട്ടത്. ജമാദിയാണോ റജബാണോ എന്നത് സംശയമാണ്. എന്നാൽ മറുഭാഗത്ത് നഹ്ല താഴ്വര ഹറം പ്രദേശത്തിന്റെ അതിർത്തിയിലായിരുന്നു. ഇന്ന് ഒരു തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ നാളെ ഈ സംഘം ഹറം പ്രദേശത്ത് പ്രവേശിക്കുന്നതാണ്. അതിന്റെ വിശുദ്ധി അനിവാര്യവുമാണ്. ചുരുക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചപ്പോൾ ഒടുവിൽ മുസ്ലിങ്ങൾ സംഘങ്ങളെ ആക്രമിക്കുകയോ ബന്ധനസ്ഥരാക്കുകയോ അതുമല്ലെങ്കിൽ വധിക്കുകയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ അള്ളാഹുവിന്റെ നാമത്തിൽ യുദ്ധം തുടങ്ങി. അതിന്റെ ഫലമായി കാഫിരീങ്ങളിലെ ഒരു വ്യക്തി അംർ ബിൻ ഹസറമി കൊല്ലപ്പെടുകയും 2 ആളുകൾ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ദൗർഭാഗ്യവശാൽ 4ാമത്തെ വ്യക്തി ഓടിപ്പോയി. മുസ്ലിങ്ങൾക്ക് അയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ പദ്ധതി വിജയിച്ചു കൊണ്ടിരിക്കെ തന്നെ പാഴായി. അതിനുശേഷം മുസ്ലിങ്ങൾ ആ സംഘത്തിന്റെ സാധന സാമഗ്രികൾ കൈക്കലാക്കി. ഖുറൈശികളിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഈ ആക്രമണത്തെക്കുറിച്ച് ഉടൻ തന്നെ മക്കയിൽ വാർത്ത എത്തുമെന്ന് ഉറപ്പായിരുന്നു. അബ്ദുല്ലാഹിബ്നു ജഹ്ഷും കൂട്ടുകാരും സമരാർജിത മുതലുകളുമായി വേഗം മദീനയിലേക്ക് തിരിച്ചു വന്നു. മിസ്റ്റർ മാർഗോലസ് എഴുതുന്നു, ഈ സന്ദർഭത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘത്തെ ബോധപൂർവം വിശുദ്ധ നഗരത്തിലേക്ക് അയക്കാൻ കാരണം ഖുറൈശികൾ സ്വാഭാവികമായും ഈ മാസത്തിൽ അലസരായിരിക്കും എന്നതുകൊണ്ടാണ്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഈ സംഘത്തെ കൊള്ളയടിക്കാനും എളുപ്പത്തിൽ കഴിയുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ബുദ്ധിയുള്ള ആർക്കും ഇത്രയും ചെറിയ ഒരു സംഘത്തെ ഇത്രയും വിദൂരമായ പ്രദേശത്തു പോയി കൊള്ളയടിക്കാൻ അയക്കുകയില്ലെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പ്രത്യേകിച്ചും ശത്രുക്കളുടെ കേന്ദ്രം അവിടെ നിന്നും വളരെ അടുത്തുമാണ്. കൂടാതെ ചരിത്രത്തിൽ നിന്നും കൃത്യമായും വ്യക്തമാകുന്നത് എന്തെന്നാൽ ഈ സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് അയച്ചിരുന്നത്. ഈ സഹാബാക്കൾ ശത്രു സംഘത്തിനെ ആക്രമിച്ചു എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ദേഷ്യപ്പെട്ടു. നിവേദനങ്ങളിൽ പറയുന്നു, ഈ സംഘം തിരിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി എല്ലാ കാര്യങ്ങളും അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ കോപിഷ്ഠനായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ നഗരത്തിൽ യുദ്ധം ചെയ്യാൻ അനുമതി നൽകിയിരുന്നില്ല. മാത്രമല്ല സമരാർജിത സ്വത്തുക്കൾ വാങ്ങാനും തയ്യാറായില്ല. ഹസ്രത്ത് അബ്ദുല്ലായും സുഹൃത്തുക്കളും വളരെയേറെ ലജ്ജിക്കുകയും അസ്വസ്ഥരാവുകയും ചെയ്തു. എത്രത്തോളം എന്നാൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നീരസം കാരണം തങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോകുമോ എന്ന് അവർ ചിന്തിച്ചു. സഹാബാക്കളും അവരെ വളരെയേറെ ഗുണദോഷിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് നൽകപ്പെടാത്ത കൽപ്പന പ്രകാരമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ വിശുദ്ധ നഗരത്തിൽ യുദ്ധം ചെയ്യുകയുണ്ടായി. ഈ ദൗത്യത്തിൽ യുദ്ധം ചെയ്യാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ട് പോലുമില്ല. മറുഭാഗത്ത് ഖുറൈശികളും മുസ്ലിങ്ങൾ വിശുദ്ധ നഗരത്തെ അനാദരിച്ചു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. മാത്രമല്ല കൊല്ലപ്പെട്ട അംർ ബിൻ ഹസ്റമി ഒരു നേതാവുമായിരുന്നു. കൂടാതെ അയാൾ മക്കയുടെ നേതാവായിരുന്ന ഉത്ബ ബിൻ റബീഅയുടെ സുഹൃത്തുമായിരുന്നു. അതും ഈ സംഭവത്തെ ഖുറൈശികളുടെ കോപാഗ്നി വർദ്ധിപ്പിക്കാൻ നിമിത്തമാക്കി. അവർ കുറെ കൂടി ആവേശഭരിതരായി മദീനയെ ആക്രമിക്കാൻ തയ്യാറെടുത്തു തുടങ്ങി. ബദർ യുദ്ധം ഖുറൈശികളുടെ ഈ തയ്യാറെടുപ്പിന്റെയും ശത്രുതാപരമായ ആവേശത്തിന്റെയും കൂടി പരിണിതിയായിരുന്നു. ചുരുക്കത്തിൽ ഈ സംഭവം മുസ്ലിങ്ങൾക്കും കാഫിറുകൾക്കുമിടയിൽ ഒരുപാട് മുറിവുറുപ്പിന് കാരണമായി. അവസാനം അള്ളാഹു മുസ്ലിങ്ങൾക്ക് സാന്ത്വനം നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു ഖുർആനിക വചനം ഇറക്കി. അത് ഇപ്രകാരമാകുന്നു, യസ്അലൂനക അനിശ് ശഹരിൽ ഹറാമി ഖിതാലുൻ ഫീഹി ഖുൽ ഖിതാലുൻ ഫീഹി കബീറുൻ വസദ്ദുൻ അൻ സബീലില്ലാഹി വകുഫ്റുൻ ബി വൽ മസ്ജിദിൽ ഹറാമി വ ഇഖ്റാജു അഹ്ലിഹി മിൻഹു അക്ബറു ഇൻദല്ലാഹി വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖിതാലി വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇനിസ്തതാവു. അതായത് അവർ നിന്നോട് വിശുദ്ധ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. നീ അവരോട് പറയുക, തീർച്ചയായും വിശുദ്ധ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് വളരെ കഠിനപരമായ സംഗതിയാകുന്നു. എന്നാൽ വിശുദ്ധ മാസത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ആളുകളെ നിർബന്ധപൂർവം തടയുകയും മാത്രമല്ല വിശുദ്ധ മാസത്തിലും പരിശുദ്ധ മസ്ജിദിലും കുഫർ ചെയ്യുന്നത്, അതായത് അതിന്റെ പരിശുദ്ധി ഹനിക്കുന്നതും പിന്നെ വിശുദ്ധ സ്ഥലത്ത് നിന്ന്
അവിടെ വസിക്കുന്നവരെ ബലമായി തടയുന്നതും. അല്ലയോ മുശ്രിക്കീങ്ങളെ, നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന്റെ പക്കൽ വിശുദ്ധ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും വളരെ വലിയ തിന്മയാകുന്നു. തീർച്ചയായും വിശുദ്ധ മാസത്തിൽ നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നത് ആ ഫിത്നയെ തടയുന്നതിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും കൊലയേക്കാൾ ഭയാനകമാകുന്നു. അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങളുടെ അവസ്ഥ എന്തെന്നാൽ അവർ നിങ്ങളുടെ ശത്രുതയിൽ അന്ധന്മാരായിരിക്കുന്നു. ഏത് സമയത്തും ഏത് സ്ഥലത്തും നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നതിൽ അവർ പിന്നോട്ട് മാറുന്നതല്ല. അവർ തങ്ങളുടെ ഈ യുദ്ധം തുടരുന്നതാണ്. എത്രത്തോളം എന്നാൽ അവർക്ക് സാധ്യമായിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ നിങ്ങളുടെ ദീനിൽ നിന്നും പിന്തിരിപ്പിക്കുമായിരുന്നു. ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തെന്നാൽ ഇസ്ലാമിനെതിരിൽ ഖുറൈശി മൂപ്പന്മാർ തങ്ങളുടെ രക്തച്ചൊരിച്ചിനുള്ള പ്രോപ്പഗണ്ട വിശുദ്ധ മാസങ്ങളിലും അഭംഗുരം തുടർന്നു പോന്നു. മാത്രമല്ല, വിശുദ്ധ മാസങ്ങളിലെ കൂട്ടായ്മകളെയും യാത്രകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ ഈ മാസങ്ങളിൽ തങ്ങളുടെ കലാപരിപാടികളും കൂടുതൽ സജീവമാക്കി. പിന്നെ നിർലജ്ജം തങ്ങളുടെ മനസ്സുകൾക്ക് വ്യാജമായി സാന്ത്വനം നൽകുന്നതിന് വേണ്ടി ഈ ആദരണീയ മാസങ്ങളെ അതിന് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. അതിനെ അവർ നസായി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ കുറെ കൂടി കഴിഞ്ഞപ്പോൾ അവർ ഈ കാര്യത്തിൽ ഭയങ്കരമായ മാറ്റം വരുത്തി. ഹുദൈബിയ സന്ധിയുടെ ഘട്ടത്തിൽ വ്യക്തമായ ഉടമ്പടി ഉണ്ടായിരുന്നിട്ട് കൂടി മക്കയിലെ നിഷേധികളും അവരുടെ കൂട്ടാളികളും വിശുദ്ധ പ്രദേശങ്ങളിൽ വെച്ച് മുസ്ലിങ്ങളുടെ ഒരു സഖ്യ ഗോത്രത്തിനെതിരിൽ വാഴ ചുഴറ്റുകയുണ്ടായി. തുടർന്ന് മുസ്ലിങ്ങൾ ഈ ഗോത്രത്തെ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അവർക്കെതിരിലും ഹറമിൽ പോലും വാളുപയോഗിച്ച് ചുരുക്കത്തിൽ ഈ മറുപടിയോടുകൂടി മുസ്ലിങ്ങൾക്ക് സാന്ത്വനം കിട്ടിയിരുന്നു. ഖുറൈശികളും കുറെയൊക്കെ തണുത്തു. ഇതിനിടയിൽ അവരുടെ ഒരാൾ 2 ബന്ധനസ്ഥരെ മോചിപ്പിക്കാൻ വേണ്ടി മദീനയിലെത്തി. എന്നാൽ സാദ് ഇബ്നു അബി വക്കാസും ഉത്ബയും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ ഖുറൈശികളുടെ കയ്യിൽ പെടുകയാണെങ്കിൽ ഖുറൈശികൾ അവരെ ജീവനോടെ വിടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആശങ്കാകുലനായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തിരിച്ചു വരുന്നതുവരെയും ബന്ദികളെ വിട്ടയക്കുന്നതിൽ വിസമ്മതിച്ചു. എന്റെ ആളുകൾ സുരക്ഷിതരായി തിരിച്ചെത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആളുകളെ വിട്ടയക്കുന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദിയ വാങ്ങി ആ 2 ബന്ദികളെയും മോചിപ്പിച്ചു. എന്നാൽ ഈ നിബന്ധനകളിൽ ഒരാൾ മദീനയിൽ താമസിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തിനും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ സാക്ഷാത്കാരത്തിനും വളരെ പ്രഭാവിതനാവുകയുണ്ടായി. അയാൾ സ്വതന്ത്രനായെങ്കിലും തിരിച്ചു പോകാൻ വിസമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾ മുസ്ലിമായിക്കൊണ്ട് നബിയുടെ സംഘത്തിൽ ചേർന്നു. അവസാനം ബേറെ മൗനയിൽ ഷഹീദായി. അദ്ദേഹത്തിന്റെ പേര് ഹക്കം ബിൻ ഖൈസാൻ എന്നായിരുന്നു. ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷിന്റെ വാൾ ഉഹദ് യുദ്ധ ദിവസം പൊട്ടിപ്പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഉർജൂൻ അഥവാ ഈന്തപ്പനയുടെ ഒരു ശാഖ നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കയ്യിൽ അത് വാളിന് പകരമായിരുന്നു. അന്നേ ദിവസം മുതൽ ഉർജൂൻ എന്ന പേരിലും പ്രസിദ്ധനായി തീർന്നു. അബൂ നഈം പറയുന്നു, ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് തന്റെ നാഥനെ ആദ്യം അറിയുന്നവനും ദൈവിക സ്നേഹത്തിൽ കുടിയിരുത്തിയ ആളും ഏറ്റവും ആദ്യം ഇസ്ലാമിക പതാക സ്ഥാപിച്ച ആളും ആയിരുന്നു. ഇമാം ഷാബിയിൽ നിന്നുള്ള നിവേദനം, എന്റെ അടുക്കൽ ബനി ആമിറിന്റെയും ബനി അസദിന്റെയും 2 വ്യക്തികൾ പരസ്പരം വഴക്കും വക്കാണവുമായി വരികയുണ്ടായി. ബനു ആമിറിലെ വ്യക്തി ബനി അസദിന്റെ ആളുകളുടെ കയ്യിൽ പിടിച്ചിരുന്നു. അസദി പറയുന്നുണ്ടായിരുന്നു, എന്നെ കൈവിടൂ. പക്ഷേ ആമിർ പറയുന്നത്, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളെ വിടുന്നതല്ല. ഇമാം ഷൈബി പറയുന്നു, ഞാൻ അയാളോട് പറഞ്ഞു, ബനി ഇസ്രായേലിന്റെ ബനു ആമിറിന്റെ സഹോദര, ഇദ്ദേഹത്തെ വിടൂ. അസദിയോട് പറഞ്ഞു, നിന്റെ 6 മേന്മകൾ അറേബ്യയിൽ മറ്റാർക്കും തന്നെയില്ല. ഒന്ന്, നിങ്ങളുടെ ഇടയിലുള്ള ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു അത് നടത്തിക്കൊടുത്തു. അവർ 2 പേർക്കും ഇടയിലുണ്ടായ സന്ദേശവാഹകൻ ഹദ്റത്ത് ജിബ്രീലായിരുന്നു. ആ മഹദി സൈനബ് ബിൻ ജഹ്ഷാണ്. ഇതിന്റെ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. 2, നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരാൾ സ്വർഗസ്ഥനായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഭൂമിയിൽ വിനയാന്യതനായി സഞ്ചരിച്ചു. അദ്ദേഹം ഹദ്റത്ത് ഉക്കാശ് ബിൻ മഹസിൻ ആയിരുന്നു. ഇതും നിന്റെ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. 3-ാമത്തേത്, ഇസ്ലാമിൽ ആദ്യത്തെ പതാക നൽകപ്പെട്ട നിങ്ങളുടെ ഗോത്രത്തിലെ തന്നെ ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് ആയിരുന്നു. ഇതും നിന്റെ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. 4,
ഇസ്ലാമിൽ ആദ്യമായി വിതരണം ചെയ്യപ്പെട്ട സമരാർജിത സ്വത്ത് അബ്ദുല്ല ബിൻ ജഹഷിന്റെ യുദ്ധം മുതലായിരുന്നു. 5 ബയ്യത്ത് റിസ്വാനിൽ ഏറ്റവും ആദ്യം ബയ്യത്ത് ചെയ്തത് നിന്റെ ജനതയിൽപ്പെട്ട വ്യക്തിയാണ്. അതായത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്. അദ്ദേഹം ചോദിച്ചു, നീ ഏത് കാര്യത്തിലാണ് ബയ്യത്ത് ചെയ്യുക? അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ മനസ്സിലുള്ള കാര്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, വിജയം അല്ലെങ്കിൽ ഷഹാദത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂ സന്നാലിൽ നിന്ന് ബയ്യത്ത് വാങ്ങി. അതിനുശേഷം ആളുകൾ വന്ന് പറഞ്ഞു, ഞങ്ങളും ഹദ്റത്ത് അബൂ സന്നാലിന്റെ ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് നിന്റെ ജനതയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. ബദർ ദിവസം 7 മുഹാജിരിങ്ങൾ നിന്റെ ജനതയിൽപ്പെട്ടവരായിരുന്നു. ഇത് നിന്റെ ജനതയ്ക്ക് അഭിമാനകരമാണ്. ഒരു നിവേദനത്തിൽ പറയുന്നു, അബ്ദുല്ലാ ബിൻ ജഹ്ഷ് ഉഹദ് യുദ്ധ ദിവസം ഷഹീദായപ്പോൾ ഹദ്റത്ത് സൈനബ് ബിൻത് ഹസീമ അദ്ദേഹത്തിന്റെ വിവാഹ വാഗ്ദാനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഷഹീദ് ആയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സൈനബ് ബിൻത് ഹസീമയെ വിവാഹം കഴിച്ചു. അവർ 8 മാസം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞു. 2-3 മാസത്തിന് ശേഷം റബീഉൽ അഖറിന്റെ അവസാനത്തിൽ അവർ വഫാത്തായി എന്നും പറയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജനാസ നമസ്കരിപ്പിച്ചു. ജന്നത്തുൽ ബഖീയിൽ ഖബറടക്കി. ബാക്കി വിവരങ്ങൾ നേരത്തെ കഴിഞ്ഞതാണ്. അടുത്ത വിവരണം ഹദ്റത്ത് സാലിഹ് ബിൻ ഷക്രാനെ സംബന്ധിച്ചുള്ളതാകുന്നു. ചിലരുടെ വീക്ഷണത്തിൽ ഹദ്റത്ത് ഷക്രാനും ഹദ്റത്ത് ഉമ്മെ ഐമനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്റെ പിതാവ് മുഖേന പിന്തുടർച്ചാവകാശമായി കിട്ടിയവരായിരുന്നു, അടിമകളായിരുന്നു. ബദർ യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വതന്ത്രരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുളിപ്പിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരിൽ ഹദ്റത്ത് സാലിഹ് ഇബ്നു ശുക്രാനും ഉണ്ടായിരുന്നു. മുസ്നദ് ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ നിന്നുള്ള നിവേദനം, ഹദ്റത്ത് സാലിഹിന് ലഭിച്ചുള്ള സൗഭാഗ്യമാണിത്. കുളിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സാലിഹിന് ലഭിച്ചുള്ള സൗഭാഗ്യമാണിത്. കുളിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുളിപ്പിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്ന സഹാബാക്കളിൽ ഹദ്റത്ത് സാലിഹ് ശുക്രാനും ഹദ്റത്ത് ഉസാമ ബിൻ സെയ്ദും ഉണ്ടായിരുന്നു. നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുളിപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ ഒത്തുകൂടിയപ്പോൾ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യൻ ഹദ്റത്ത് അബ്ബാസ്, ഹദ്റത്ത് അലി, ഹദ്റത്ത് ഫസൽ ബിൻ അബ്ബാസ്, ഹദ്റത്ത് ഖുസും ബിൻ അബ്ബാസ്, ഹദ്റത്ത് ഉസാമ ബിൻ സെയ്ദ്, ഹദ്റത്ത് സാലിഹ് ശക്രാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കിയ അടിമയായിരുന്നു. ഇതിനിടയിൽ വീടിന്റെ വാതിൽക്കൽ നിന്നിരുന്ന ബനു ഔഫ് ബിൻ ഖദർജിലെ ഹദ്റത്ത് ഔസ് ബിൻ ഖൗരി അൻസാരി, ഇദ്ദേഹം ബദറിലും ഉൾപ്പെട്ടിരുന്നു. ഹദ്റത്ത് അലിയെ വിളിച്ചു പറഞ്ഞു, അലിയെ, ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് താങ്കളോട് പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഞങ്ങളുടെ അംശവും ബാക്കി വയ്ക്കുക. ഹദ്റത്ത് അലി അദ്ദേഹത്തോട് പറഞ്ഞു, അകത്തേക്ക് വരൂ. അങ്ങനെ അദ്ദേഹവും അകത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുമ്പോൾ അവിടെ സന്നിഹിതനായിരുന്നു. പക്ഷെ അദ്ദേഹം കുളിപ്പിക്കുന്നതിൽ ഭാഗവാക്കായില്ല. നിവേദകൻ പറയുന്നു, ഹദ്റത്ത് അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ നെഞ്ചോട് ചാരി ഇരുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായം ഹദ്റത്ത് അബ്ബാസ്, ഫദ്ലും കുസുമും ഹദ്റത്ത് അലിയോടൊപ്പം ചേർന്ന് മാറ്റുകയും ഹദ്റത്ത് ഉസാമയും സാലിഹ് ശക്രാനും വെള്ളമൊഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹദ്റത്ത് അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുകയും ചെയ്തു. അല്ലാമ ബിലാദിരി പറയുന്നു, ഹദ്റത്ത് ഉമർ ഹദ്റത്ത് സക്രാന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു ഷക്രാനെ ഹദ്റത്ത് അബൂ മൂസ അശ്ശരിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് എഴുതി, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു നല്ല മനുഷ്യനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്വതന്ത്രനാക്കിയ അടിമയെ, ഈ അബ്ദുറഹ്മാൻ ഇബ്നു സാലിഹ് ശുക്രാനെ അയക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പക്കൽ അദ്ദേഹത്തിന്റെ പിതാവിനുണ്ടായിരുന്ന സ്ഥാനത്ത് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പെരുമാറണം. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് ശക്രാൻ മദീനയിൽ താമസം തുടങ്ങി. അദ്ദേഹത്തിന്റെ ഒരു വീട് ബസ്രയിലും ഉണ്ടായിരുന്നു. ഹദ്റത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്താണ് അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അവസാനത്തെ അംഗം ഹാറൂൺ റഷീദിന്റെ കാലത്ത് മദീനയിൽ വെച്ച് വഫാത്തായി. അതുപോലെ ബസ്രയിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊരു വ്യക്തി താമസിച്ചിട്ടുണ്ടായിരുന്നു. മസഹബ് പറയുന്നു, അദ്ദേഹത്തിന്റെ തലമുറ തുടർന്നു പോയോ എന്നതിനെ കുറിച്ച് എനിക്ക് അറിവില്ല. ഹദ്റത്ത് സാലിഹ് ശക്രാൻ നിവേദനം ചെയ്യുന്നു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതപ്പുറത്ത് ഖൈബറിലേക്ക് യാത്ര ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യത്തിലൂടെയാണ് അപ്പോൾ നമസ്കരിച്ചത്. അതായത് വാഹന മൃഗത്തിൽ നിന്ന് നമസ്കരിക്കുകയായിരുന്നു. വാഹനത്തിൽ നിന്ന് നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയം കൂടിയാണിത്. ഹദ്റത്ത് മാലിക് ബിൻ ദഖ്ഷം ഒരു സഹാബിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അദ്ദേഹത്തെ പറ്റി എഴുതുന്നു, ഹദ്റത്ത് മാലിക് ബിൻ ദഖ്ഷമിന്റെ പേര് മാലിക് ബിൻ ദഖ്ഷീം എന്നും ഇബ്നു ദഖ്ഷം എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ദഖ്ഷം ബിൻ മർസഖ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ദഖ്ഷം ബിൻ മാലിക് ബിൻ ദഖ്ഷം ബിൻ മർസഖ എന്നും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഉമൈറ ബിൻ സഅദ് എന്നായിരുന്നു. മാലിക്കിന്റെ വിവാഹം ജമീല ബിൻത്ത് ഉമയ്യ ബിനു സുലൂലുമായിട്ടാണ് നടന്നത്. അത് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാ ബിൻ ഉബയ്യ ബിന് സുലൂലിന്റെ സഹോദരിയായിരുന്നു. സുഹേൽ ബിൻ അമ്രനെ ബന്ദിയാക്കിയ സമയത്ത് ഹസ്രത്ത് മാലിക് ഈ ഈരടികൾ ചൊല്ലുകയുണ്ടായി. അസർതു സുഹൈലൻ ഫലാ അബ്തഗി അസീറം ബിഹി മിൻ ജമീഇൽ ഉമമി വഖിന്ദഫു തഅലമു അന്നൽ ഫത്താ ഫതാഹ സുഹൈലുൻ ഇദാ യുസ്ലമു സറബ്തു ബിസി ഷഫരി ഹത്തൻ സന വ അക്രഹത്തു നഫ്സി അലാ സി അലമി. അതായത് ഞാൻ സുഹേലിനെ ബന്ദിയാക്കി. അയാൾക്ക് പകരം മറ്റു ജനതകളിൽ ആരെയും ബന്ദിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ ഗോത്രം ആക്രമിക്കപ്പെടുമ്പോൾ തങ്ങളുടെ ഗോത്രത്തിലെ യോദ്ധാവ് സുഹേൽ മാത്രമാണ് എന്ന് ബനു ഖന്ദഫിന് നന്നായി അറിയാം. ഞാൻ പതാകവാഹകനെ ആക്രമിച്ചു. അപ്പോൾ അയാൾ തലകുനിച്ചു. ഞാൻ മുറിഞ്ഞുപോയ ചുണ്ടുകളുള്ള രാത്രി സുഹേൽ ബിൻ അമറുമായി യുദ്ധം ചെയ്യാൻ എന്നെ തന്നെ നിർബന്ധിക്കുകയും ചെയ്തു. ബദർ യുദ്ധത്തിലെ ബന്ദികളെ കുറിച്ച് ഉസദുൽ ഗാബയിൽ ഒരു നിവേദനമുണ്ട്. അബൂ സാലിഹ് ഹസ്രത്ത് ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അബൂ യൂസർ മാലിക് ബിൻ ദഖ്ഷം ഔഫിയയും താരിഖ് ബിൻ ഉബൈദ് അൻസാരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞിരുന്നു യുദ്ധത്തിൽ ആരെങ്കിലും വധിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത്ര കിട്ടുന്നതാണ്, ആരെങ്കിലും ബന്ദിയാക്കിയാൽ അയാൾക്ക് ഇത്ര കിട്ടും. ഞങ്ങൾ 70 പേരെ വധിക്കുകയും 70 പേരെ ബന്ദിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹസ്രത്ത് സഅദ് ബിൻ മുആദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കും ഇവരെ പോലെ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞങ്ങൾ മുസ്ലിങ്ങളുടെ പിന്നിൽ സംരക്ഷണത്തിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. സാമ്രാജ്യ സ്വത്തുക്കൾ കുറവും ആളുകളുടെ ബാഹ്യവുമാണ്. സാമ്രാജ്യ സ്വത്തുക്കൾ കുറവും ആളുകളുടെ ബാഹ്യവുമാണ്. അങ്ങ് ഇവർക്കൊക്കെ വാഗ്ദാനം ചെയ്തതനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഒന്നും കിട്ടുന്നതല്ല. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹു ഒരായത്തിറക്കി, യസ് അലൂനക അനിൽ അൻഫാൽ ഖുൽ അൻഫാലുല്ലാഹി വറസൂലി. അതായത്, അല്ലയോ റസൂൽ, ജനങ്ങൾ നിന്നോട് സാമ്രാജ്യ സ്വത്തുക്കളെ കുറിച്ച് ചോദിക്കുന്നു. നീ അവരോട് പറയുക, സാമ്രാജ്യ സ്വത്തുക്കൾ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിനും വേണ്ടിയാകുന്നു. ഉഹദ് യുദ്ധ ദിവസം ഹദ്റത്ത് മാലിക് ബിൻ ദഖ്ഷം ഹദ്റത്ത് ഖാരിജ ബിൻ സെയ്ദിന്റെ അടുക്കലൂടെ പോവുകയുണ്ടായി. ഹദ്റത്ത് ഖാരിജ പരിക്കുകൾ കാരണം അസ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് 13ഓളം ഭയാനകമായ പരിക്കുകൾ പറ്റിയിരുന്നു. ഹദ്റത്ത് മാലിക് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്കറിയുമോ ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായിരിക്കുന്നു. ഹദ്റത്ത് ഖാരിജ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായിട്ടുണ്ടെങ്കിലും അല്ലാഹു അദ്ദേഹത്തെ ജീവിപ്പിച്ചിരിക്കുന്നു. അവനൊരിക്കലും മരിക്കുന്നവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം എത്തിച്ചിരിക്കുന്നു. വഖാത്തിലു അൻ ദീനിക്, അതായത് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ദീനിന് വേണ്ടി പോരാടുക. മറ്റൊരു നിവേദനത്തിൽ ഈ സംഭവം ഇങ്ങനെ രേഖപ്പെട്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായി എന്ന കിംവദന്തി പരന്ന സമയത്ത് ഹദ്റത്ത് മാലിക് ബിൻ ദഖ്ഷം ഹദ്റത്ത് ഖാരിജ ബിൻ സെയ്ദിന്റെ അടുക്കലൂടെ പോകാൻ ഇടവന്നു. അദ്ദേഹം ആ സമയത്ത് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ 13 ഭയാനകമായ പരുക്കൾ പറ്റിയിരുന്നു. ഹദ്റത്ത് മാലിക് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാക്കപ്പെട്ടിരിക്കുന്നു? ഹദ്റത്ത് ഖാരിജ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെങ്കിലും തീർച്ചയായും അള്ളാഹു ജീവിച്ചിരിക്കുന്നു, അവനൊരിക്കലും മരിക്കുന്നതല്ല. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന് സന്ദേശം എത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദീനിന് വേണ്ടി പോരാടുക. നിവേദകൻ പറയുന്നു, പിന്നെ മാലിക് ഹദ്റത്ത് സഅദ് ബിൻ റബീയുടെ അടുക്കൽ പോയി. അദ്ദേഹത്തിന് 12 മാരക മുറിവുകൾ പറ്റിയിരുന്നു. ഹദ്റത്ത് മാലിക് സഅദിനോട് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാക്കപ്പെട്ടിരിക്കുന്നു? ഹദ്റത്ത് സഅദ് മറുപടിയായി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാഥന്റെ സന്ദേശം എത്തിച്ചിരിക്കുന്നു എന്നതിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. കാരണം നിങ്ങൾ
നിങ്ങളുടെ ദീനിന് വേണ്ടി പോരാടുക. കാരണം അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാകുന്നു, അവനൊരിക്കലും മരിക്കുന്നതല്ല. ഒരു നിവേദനത്തിൽ പറയുന്നു, കുറച്ച് ആളുകളിൽ അധികം പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി പറഞ്ഞു, ഹദ്റത്ത് മാലിക് ബിൻ ദക്ഷം മുനാഫിക്കങ്ങളുടെ അഭയകേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം നമസ്കരിക്കുന്നില്ലേ? അതായത് നിങ്ങൾ പറയുന്നു അദ്ദേഹം മുനാഫിക്കാണെന്ന്. അദ്ദേഹം നമസ്കരിക്കുന്നില്ലേ? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, നമസ്കാരത്തിൽ ഒരു നന്മയുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ഇങ്ങനെ പറഞ്ഞു, നമസ്കരിക്കുന്നവരെ വധിക്കുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു. ഇത് ഇന്നത്തെ മുസ്ലിങ്ങൾക്കും ഒരു പാഠമാണ്. ഒരു നിവേദനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മാലിക് ബിൻ ദക്ഷ്ടമിനോടൊപ്പം ഹദ്റത്ത് മാമിൻ അദിയയുടെ സഹോദരൻ ഹദ്റത്ത് ആസിം ബിൻ അദിയനെ മസ്ജിദ് സിറാർ തകർക്കത്തിന് വേണ്ടി പറഞ്ഞയക്കുകയുണ്ടായി. അദ്ദേഹം ഹദ്റത്ത് മാലിക്കിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന്റെ തലമുറ തുടർന്നു പോയില്ല. ഇനി ഹദ്റത്ത് ഉക്കാശ ബിൻ മെഹ്സനെ കുറിച്ചുള്ള കുറച്ച് വിവരണമാണുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഉക്കാശ എന്നായിരുന്നു. മെഹ്സൻ ബിൻ ഖറസാൻ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അബൂ മൂസൻ എന്നായിരുന്നു വിളിപ്പേര്. ഹദ്റത്ത് അബൂ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഹിജ്റ 12 അദ്ദേഹം ഷഹീദായി. ഇമാം ഷാഫി ഉക്കാശയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം പറയുന്നു, സ്വർഗസ്ഥനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും അദ്ദേഹം ഭൂമിയിൽ വിന്യാന്യതനായി സഞ്ചരിച്ചിരുന്നു. അത് ഉക്കാശ ബിൻ മഹസിൻ ആയിരുന്നു. ഹിജ്റ 2 ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ ജാഷിനെ ഒരു ഒട്ടകത്തിനായി അയക്കുകയുണ്ടായി. ഈ സൈനിക സംഘത്തിൽ ഹദ്റത്ത് ഉക്കാശ ബിൻ മെഹസനും ഉൾപ്പെടുന്നു. സീറത്ത് ഹൽബിയിൽ പറയുന്നു, ഉഹദ് യുദ്ധ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി വില്ലുകൊണ്ട് ശരങ്ങൾ ഉതിർക്കുകയായിരുന്നു. അതിന്റെ പേര് കുത്തും എന്നാണ്. കാരണം ശരങ്ങൾ ഉതിർക്കുന്ന സമയത്ത് ശബ്ദമൊന്നും വന്നിരുന്നില്ല. അങ്ങനെ തുടർച്ചയായി അമ്പെയ്ത്ത് കാരണം ആ വില്ലിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വില്ലിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. അതായത് വില്ല് കെട്ടിയിരുന്ന ഭാഗം തുടർച്ചയായി അമ്പെയ്ത്ത് കാരണം പൊട്ടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ വില്ലിന്റെ ഒരു മുഴം കയർ മാത്രം ബാക്കിയായി. ഹദ്റത്ത് ഉക്കാശ ബിൻ മഹസിൻ വില്ലിൽ കയർ കെട്ടുന്നതിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വാങ്ങി. പക്ഷെ ആ കയർ ചെറുതായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ കയർ ചെറുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ വലിക്കുക, അത് മതിയാകും. ഹദ്റത്ത് ഉക്കാശ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സത്യവുമായി അയച്ച അള്ളാഹുവാണേ സത്യം, ഞാൻ ആ കയർ വലിച്ചപ്പോൾ അതുകൊണ്ട് വില്ലിൽ 2-3 കെട്ടുകൾ ഇടുന്നതിന് മാത്രം അത് വലുതായി തീർന്നു. അങ്ങനെ സമാധാനത്തോടു കൂടി ഞാൻ ആ വില്ല് കെട്ടുകയുണ്ടായി. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹിജ്റ 6 ഐന ബിൻ ഇസൻ ഖത്താഫിന്റെ കുതിരസവാരികളോടൊപ്പം ഗാബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാൽ നൽകുന്ന ഒട്ടകങ്ങളെയും ആക്രമിച്ചു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകങ്ങളെ മേച്ചിരുന്നു. അത് മേച്ചൽ പുറവുമായിരുന്നു. ഗാബയിൽ ബനു ഗഫാറിലെ ഒരു സ്ത്രീയും പുരുഷനും താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ പുരുഷനെ വധിച്ചു. ശത്രുക്കൾ ആക്രമണം നടത്തി ആ സ്ത്രീയെയും ഒട്ടകങ്ങളെയും കൂടെ കൊണ്ടുപോയി. ഈ സംഭവത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് ഹദ്റത്ത് സൽമ ബിൻ അക്കു ആയിരുന്നു. അവർ രാവിലെ എഴുന്നേറ്റ് ഗാബയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം ഹദ്റത്ത് തൽഹ ബിൻ ഉബൈദുള്ളയുടെ ഭൃത്യനും ഉണ്ടായിരുന്നു. അയാളുടെ പക്കൽ കുതിരയും ഉണ്ടായിരുന്നു. അവർ സനിയത്തുൽ വിദ എന്ന സ്ഥലത്ത് കയറിയപ്പോൾ ആക്രമികളുടെ ചില കുതിരകളെ കണ്ടു. അവർ സലഹ് കുന്നിന്റെ ഒരു ഭാഗത്തോടു കൂടെ മുകളിലേക്ക് കയറി സഹായത്തിനു വേണ്ടി തങ്ങളുടെ ആളുകളെ വിളിച്ചു. പിന്നെ അക്രമികളെ പിന്തുടർന്നുകൊണ്ട് അവർ വേട്ടമൃഗങ്ങളെ പോലെ വളരെ ത്വരിതഗതിയിൽ പുറപ്പെട്ടു. അങ്ങനെ അവരെ കണ്ടുമുട്ടി അവർക്ക് മേൽ അമ്പെയ്യാൻ തുടങ്ങി. കുതിരസവാരിക്കാർ അവരിലേക്ക് തിരിയുമ്പോൾ അതിനകത്ത് സൽമ ഓടിപ്പോവുകയും പിന്നെ തിരിച്ചു വരികയും ചെയ്തിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം അമ്പെയ്തു. ഇതേക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിവ് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിൽ അപകടത്തെക്കുറിച്ച് വിളംബരം ചെയ്തു. ഈ കുതിരസവാരിക്കാരിൽ ഹദ്റത്ത് ഉക്കാശ ബിൻ മഹ്സനും മറ്റു ചില സഹാബാക്കളും ഉൾപ്പെടുന്നു. ഈ പോരാട്ടത്തിൽ ഹദ്റത്ത് ഉക്കാശ ബിൻ മഹ്സന്റെ ഔബാറിനെയും അയാളുടെ മകൻ അമ്രബിന് ഔബാറിനെയും പിടികൂടി. അവർ രണ്ടുപേരും ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഹദ്റത്ത് ഉക്കാശ ഒരു കുന്തം കൊണ്ട് തന്നെ അവർ ചുരുട്ടുകയും 2-3 പേരെയും വധിക്കുകയും ചെയ്തു.
അവർ തട്ടിയെടുത്ത് ചില ഒട്ടകങ്ങളെ തിരിച്ചു കൊണ്ട് വരികയും ചെയ്തു. ഇനി ഹസ്രത്ത് ഖാരിജ ബിൻ സെയ്ദിനെ കുറിച്ചുള്ള പരാമർശമാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബൂ സെയ്ദ് എന്നായിരുന്നു. നിവേദനത്തിൽ പറയുന്നു, ഹസ്രത്ത് മാസ് ബിൻ ജബൽ, ഹസ്രത്ത് സാദ് ബിൻ മാസ്, ഹസ്രത്ത് ഖാരിജ ബിൻ സെയ്ദ് എന്നിവർ യഹൂദികളുടെ ചില പണ്ഡിതന്മാരോട് അവരുടെ തൗറാത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ അവർ വെക്കുകയാണ് ചെയ്തത്. മറുപടി നൽകാൻ തയ്യാറായില്ല. സത്യം മറച്ചു വെക്കുകയായിരുന്നു. അപ്പോൾ അള്ളാഹു ഈ ആയത്തിറക്കി, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി ഉലായിക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലായിനൂൻ. തീർച്ചയായും നാം വ്യക്തമായ അടയാളങ്ങളും പൂർണ്ണമായ സന്മാർഗവുമായി ഇറക്കിയതിന് അവർ മറച്ചുവെക്കുന്നു. അതിനുശേഷവും നാം ഈ ഗ്രന്ഥത്തിൽ അവർക്ക് വേണ്ടി വ്യക്തമായി വിവരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മേൽ തന്നെയാണ് അള്ളാഹു ശാപം ചൊരിയുന്നത്. മാത്രമല്ല എല്ലാ ശാപം ചൊരിയുന്നവരും അവർക്ക് മേൽ ശാപം നേരുകയും ചെയ്യുന്നു. ഇനി ഹസ്രത്ത് സിയാദ് ബിൻ ലബീദിനെ കുറിച്ചുള്ള പരാമർശമാണ്. അബൂ അബ്ദുല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അദ്ദേഹം അൻസാറിന്റെ ഗോത്രമായ ഖസറജിന്റെ ശാഖ ബനു ബയാസ് ബിൻ ആമിറിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ തലമുറ മദീനയിലും ബാഗ്ദാദിലും വസിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു, സിഹാഖ് ബിൻ നോമാൻ നിവേദനം ചെയ്യുന്നു, മൻസൂർ ബിൻ വായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അക്കൈക്ക് താഴ്വരയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. അക്കൈക്ക് അറബിയിലെ ഒരു താഴ്വരയും ആയിരുന്നു. മറ്റ് പ്രദേശങ്ങളുടെയും പേര് ഇത് തന്നെയായിരുന്നു. ഏറ്റവും പ്രസിദ്ധമായ അക്കൈക്കിന്റെ താഴ്വര മദീനയുടെ നേരെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന ഇതേ അക്കൈക്കിലൂടെയാണ് സുലഹ് ഹുദൈബിയയിൽ എത്തിയിരുന്നത്. ഇന്ന് കാലത്തുള്ള വഴിയും ഇത് തന്നെയാണ്. ഗ്രന്ഥകാരൻ എഴുതുന്നു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിൽ നല്ലപോലെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്റെ ജനതയ്ക്ക് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ അയക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാദ് ബിൻ ലബീദ് അൻസാരിയെ അവരുടെ നേതാവായി അയച്ചു. ഹദ്റത്ത് സിയാദ് ഹിജ്രി 41 ഹദ്റത്ത് മുആവിയയുടെ ഭരണകാലഘട്ടത്തിന്റെ ആരംഭത്തിൽ മരണപ്പെട്ടു എന്നാണ് തിബ്രാനിയിൽ പറയുന്നത്. എന്നാൽ ഹദ്റത്ത് ഹബ്ബാൻ പറയുന്നു, അദ്ദേഹം ഫുഖഹാക്കളിലും സഹാബാക്കളിലും ഉൾപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഹദ്റത്ത് സിയാദ് ബിൻ ലബീദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വിജ്ഞാനം ഉയർന്നു പോകുമ്പോഴാണ് സംഭവിക്കുക. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, വിജ്ഞാനം എങ്ങനെയാണ് പോയിപ്പോവുക? ഞങ്ങൾ ഖുർആൻ പഠിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ മേൽ അവരുടെ മക്കളെയും കിയാമത്ത് വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. വിശുദ്ധ ഖുർആൻ നിലനിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് വിജ്ഞാനം എടുത്തു മാറ്റപ്പെടുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാദ്, അള്ളാഹു നിനക്ക് നന്മ വരുത്തട്ടെ. ഞാൻ താങ്കളെ മദീനയിലെ ഏറ്റവും അധികം ബുദ്ധിമാനാണെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. യഹൂദികളും നസ്രാണികളും അവരുടെ കയ്യിലുള്ള തൗറാത്തും ഇഞ്ചിലും വായിക്കുന്നില്ലേ? അതിൽ ഒരു കാര്യത്തിലും അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ സാധ്യമല്ല. മുസ്ലിങ്ങൾ വായിക്കുമ്പോഴേക്കും അതനുസരിച്ച് പ്രവർത്തിക്കാതാകുമ്പോഴാണ്. ഇത് തന്നെയാണ് നന്മകൾ. ഇത് കാത്തുകൊണ്ടിരിക്കേണ്ടതുമാണ്. യസീദ് ബിൻ അബ്ദുല്ല ഖസീദ് നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് ഇക്രിമ ബിൻ അബൂജഹലിനെ 500 മുസ്ലിങ്ങളോടൊപ്പം ഹദ്റത്ത് സിയാദ് ബിൻ ലബീദിനെയും ഹദ്റത്ത് മുഹാജിർ ബിൻ ഉമയ്യ ബിൻ അബൂ ഉമയ്യയെയും സഹായിക്കാൻ വേണ്ടി അയച്ചു. അദ്ദേഹം സൈന്യത്തിന് അടുത്തെത്തിയപ്പോൾ അവർ യമനിലുള്ള നജീറ പ്രദേശം കൈയടക്കിയിരുന്നു. തുടർന്ന് ഹദ്റത്ത് സിയാദ് ബിൻ ലബീദിനെയും യുദ്ധമുതലിൽ പങ്കാളിയാക്കി. വിജയത്തിന് ശേഷമാണ് ഈ സംഘം എത്തിയിരുന്നത്. ഇമാം ഷാഫി പറയുന്നു, ഹദ്റത്ത് സിയാദ് ഈ സംഗതിയെ സംബന്ധിച്ച് ഹദ്റത്ത് അബൂബക്കറിന് എഴുതിയിരുന്നു. എന്നാൽ ഹദ്റത്ത് അബൂബക്കർ അദ്ദേഹത്തിനുള്ള മറുപടിയിൽ എഴുതി, യുദ്ധമുതലിൽ യുദ്ധത്തിൽ ഭാഗവാക്കാകുന്നവർക്ക് മാത്രമാണ് അവകാശമുള്ളത്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഇക്രിമയ്ക്ക് അതിൽ പങ്കില്ലായിരുന്നു. കാരണം അദ്ദേഹം ആ സമയത്ത് പങ്കെടുത്തിട്ടില്ല. ഹദ്റത്ത് സിയാദ് തന്റെ കൂട്ടുകാരോട് അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഇക്രിമയെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും സന്തോഷപൂർവ്വം ഈ യുദ്ധമുതലിൽ ഭാഗവാക്കാക്കി. ഇനി ഹസ്രത്ത് ഖാലിദ് ബിൻ ബാക്കറിനെ കുറിച്ചുള്ള അനുസ്മരണമാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ബാക്കർ ബിൻ ആബിദ് യഅലീൽ എന്നായിരുന്നു. അദ്ദേഹം ബനു സഅദ് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. അവർ ബനി അദിയന്റെ കൂട്ടുകാരായിരുന്നു. ഹദ്റത്ത് ഇസാഖ് പറയുന്നു,
ഞങ്ങൾ അയാസിനെയും അദ്ദേഹത്തിന്റെ മാതൃസഹോദരങ്ങളായ അക്കേൽ ബിൻ ആമിർ എന്നിവരെ അല്ലാതെ മറ്റാരെയും കുറിച്ച് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 4 സഹോദരന്മാരായി അറിയുകയില്ല. ഇവർ 4 സഹോദരന്മാരും ഒന്നിച്ച് ഹിജ്റത്ത് ചെയ്യുകയും മദീനയിൽ റഫാ ബിൻ അബ്ദുൽ മുൻസിറിന്റെ അടുക്കൽ താമസിക്കുകയും ഉണ്ടായി. ഇബ്നു ഇസ്ഹാഖ് എഴുതുന്നു, ഉഹദ് യുദ്ധത്തിന് ശേഷം അസൽ, ഖാറ എന്നീ സ്ഥലങ്ങളിലെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് ചായ്വുണ്ട്. അങ്ങ് ഞങ്ങളോടൊപ്പം സഹാബാക്കളെ ഇസ്ലാമിലേക്ക് ചായ്വുള്ളവരാക്കി മാറ്റുകയാണെങ്കിൽ അത് ഞങ്ങളോടൊപ്പം സഹാബാക്കളിലെ ഏതാനും ആളുകളെ ഞങ്ങളുടെ ജനതയിൽ ദീൻ പഠിപ്പിക്കാൻ അയക്കുന്നത് പോലെ ഉണ്ടാകും. ഖുർആൻ പഠിപ്പിക്കാനും വേണ്ടി പറഞ്ഞയച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്അബ് ബിൻ അബി മർസദിന്റെ നേതൃത്വത്തിൽ 6 സഹാബാക്കളെ അദ്ദേഹത്തോടൊപ്പം പറഞ്ഞയച്ചു. അവരിൽ ഖാലിദ് ബിൻ ബക്കീറും ഉണ്ടായിരുന്നു. ദീൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഈ ആളുകളെ അവർ വഞ്ചന കാണിച്ചുകൊണ്ട് ഷഹീദാക്കുകയുണ്ടായി. ഇനി ഹസ്രത്ത് അമ്മാർ ബിൻ യാസറിനെ കുറിച്ചുള്ള പരാമർശമാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു യഹ്സാൻ എന്നായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മോദ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തെഴുതുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ എന്നു പേരുള്ള ഒരടിമയുടെ അടുത്തുകൂടി പോകുമ്പോൾ അയാൾ തേങ്ങിക്കരയുന്നതായും കണ്ണുകൾ തുടയ്ക്കുന്നതായും കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമ്മാർ, എന്താണ് കാര്യം? അമ്മാർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വളരെ മോശമാണ്. അവർ എന്നെ മർദ്ദിക്കുന്നു, അതായത് ശത്രുക്കൾ മർദ്ദിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു. അവർ എന്റെ വായിൽ നിന്ന് അങ്ങേക്കെതിരിലും ദേവതകൾക്ക് അനുകൂലമായും വാക്കുകൾ പറയുന്നതുവരെയും എന്നെ വിടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ നിന്റെ മനസ്സിൽ എന്താണ് കരുതുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ മനസ്സിൽ അചഞ്ചലമായ വിശ്വാസമാണുള്ളത്. ഞാൻ വായ കൊണ്ട് താങ്കൾക്കെതിരിൽ പറഞ്ഞെങ്കിലും ഹൃദയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയം സമാധാനത്തിലാണെങ്കിൽ അള്ളാഹു നിന്റെ ഈ ദൗർബല്യത്തെ പുറത്തു തരുന്നതാണ്. ഹദ്റത്ത് അമ്മാർ ബിൻ യാസറിന്റെ ഹബശയിലേക്കുള്ള ഹിജ്റത്തിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലരുടെ വീക്ഷണത്തിൽ അദ്ദേഹം 2ാമത്തെ ഹബശ ഹിജ്റത്തിലാണ് ഭാഗഭാക്കായത്. ഹദ്റത്ത് ഉസ്മാന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലുണ്ടായ പ്രക്ഷുബ്ധാവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹദ്റത്ത് ഖലീഫ സാനി പറയുന്നു, ഈ അസ്വസ്ഥത അതിരുകടന്നപ്പോൾ സഹാബാക്കൾക്കും ഗവർണർമാരെ സംബന്ധിച്ച് പരാതിയുള്ള കത്തുകൾ കിട്ടിത്തുടങ്ങി. അവരെല്ലാവരും ഒന്നിച്ച് ഹദ്റത്ത് ഉസ്മാനോട് പറഞ്ഞു, പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് താങ്കൾക്കറിയില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സമാധാനമാണെന്നാണ് അറിയുന്നത്. സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ ഇന്ന രീതിയിലുള്ള കത്തുകൾ പുറത്തു നിന്നും വരുന്നുണ്ട്, അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഹദ്റത്ത് ഉസ്മാൻ ആരെയാണ് അന്വേഷണത്തിന് വിടേണ്ടത് എന്ന് അവരുമായി കൂടിയാലോചിച്ചു. അവരുടെ അഭിപ്രായ പ്രകാരം ഉസാമ ബിൻ സയ്യിദിനെ ബസറയിലേക്കും മുഹമ്മദ് ബിൻ മുസ്ലിമിനെ കൂഫയിലേക്കും അബ്ദുല്ലാ ബിൻ ഉമറിനെ ഷാമിലേക്കും അമ്മാർ ബിൻ യാസറിനെ മിസ്രിലേക്കും അവിടെയുള്ള അവസ്ഥകളെക്കുറിച്ച് അന്വേഷിച്ച് ഉമറാക്കൾ പ്രജകൾക്ക് മേൽ അക്രമവും അനീതിയും ചെയ്യുന്നുണ്ടോ എന്നും അവകാശങ്ങൾ ദംശിക്കുന്നുണ്ടോ എന്നും റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഈ 4 പേരെ കൂടാതെ വേറെ ചിലരെയും വിവിധ സ്ഥലങ്ങളിലേക്ക് വിവരങ്ങൾ അന്വേഷിക്കാൻ അയച്ചിരുന്നു. അന്വേഷണത്തിന് ശേഷം അവരെല്ലാവരും വന്നു. എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും സമാധാനമാണെന്നും മുസ്ലിങ്ങളെല്ലാം തികച്ചും സ്വതന്ത്രരായി ജീവിക്കുന്നു എന്നും ആരും അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നില്ല എന്നും ഭരണാധിപന്മാർ നീതിപൂർവം പ്രവർത്തിക്കുന്നു എന്നും റിപ്പോർട്ട് നൽകി. എന്നാൽ അമ്മാർ ബിൻ യാസ് വൈകുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങൾ കിട്ടാതായപ്പോൾ മദീനക്കാർ കരുതിയത് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അദ്ദേഹം തന്റെ ശുദ്ധഗതിയും രാഷ്ട്രീയപരമായ അറിവില്ലായ്മയും കാരണം കലാപകാരികളുടെ കയ്യിൽ അകപ്പെടുകയുണ്ടായി. അവർ അബ്ദുല്ലാബിന് സബായുടെ ശിഷ്യന്മാരായിരുന്നു. മിസ്രയിൽ അബ്ദുല്ലാബിന് സബ ഉണ്ടായിരുന്നു. അന്വേഷണ സംഘങ്ങൾ എല്ലാ നാട്ടിലും സമാധാനത്തിനു വേണ്ടി തീരുമാനമെടുക്കുകയാണെങ്കിൽ ജനങ്ങളെല്ലാം തങ്ങൾക്കെതിരാകുമെന്ന കാര്യത്തിൽ അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ സംഘങ്ങളെ അയക്കാനുള്ള തീരുമാനം വളരെ പെട്ടെന്നായിരുന്നതിനാൽ മറ്റ് സ്ഥലങ്ങളിൽ അവർക്ക് സംവിധാനങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ മിസ്രയിൽ സംവിധാനം ചെയ്യുന്നത് എളുപ്പമായിരുന്നു. അമ്മാർ ബിൻ യാസിർ മിസ്രിൽ പ്രവേശിച്ച ഉടൻ തന്നെ അയാൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. മിസ്രിലെ ഗവർണർ അമ്ര ബിൻ ആസിനെ കുറിച്ച്
മോശമായും ദ്രോഹിക്കുന്നു എന്നും പറഞ്ഞു തുടങ്ങി. അയാളുടെ വാചക കസരത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയാളുടെ സംസാരങ്ങൾ അദ്ദേഹത്തെ ജാലവിദ്യക്കാരനെ പോലെയാക്കി. നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. പൊതുവായി ഒരു അന്വേഷണം നടത്തുകയോ മിസ്രിലെ ഗവർണറുടെ അടുത്തേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. മറിച്ച് കലാപകാരികളോടൊപ്പം പോവുകയും അവരോടൊപ്പം ചേർന്ന് ആരോപണം ഉന്നയിക്കാനും തുടങ്ങി. സഹാബാക്കളിൽ നിന്ന് ആരെങ്കിലും ഈ കലാപകാരികളുടെ ഗണത്തിൽ അകപ്പെട്ടു പോയി എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് അമ്മാർ ബിൻ യാസിറിനെ കുറിച്ച് മാത്രമായിരിക്കും. അദ്ദേഹത്തെ കൂടാതെ അറിയപ്പെടുന്ന മറ്റൊരു സഹാബിയും ഈ ചെയ്തികളിൽ ഉൾപ്പെട്ടിരുന്നില്ല. മറ്റാരെങ്കിലും കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ നിവേദനങ്ങൾ അത് സംബന്ധിച്ച് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മാർ ബിൻ യാസിർ അവരുടെ വഞ്ചനയിൽ അകപ്പെടുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹത്തിൽ മുനാഫിക്കത്ത് ഉണ്ടായിരുന്നത് കൊണ്ടല്ല ഇത് സംഭവിച്ചത്. മറിച്ച് അദ്ദേഹം മിസ്രിലെത്തിയപ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ നല്ലവരാണ് തോന്നിച്ചിരുന്ന വാക്ചാതുരിയുള്ള ആളുകളുടെ ഒരു സംഘം മിസ്രിലെത്തിയപ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ നല്ലവരാണെന്ന് തോന്നിച്ചിരുന്ന വാക്ചാതുരിയുള്ള ആളുകളുടെ ഒരു സംഘം അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അവർ നല്ലപോലെ പരാതിപ്പെടാനും തുടങ്ങി. യാദൃശ്ചികമെന്ന് പറയട്ടെ, മിസ്രിലെ ഗവർണർ ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഠിന വിരോധിയും അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയഘട്ടത്തിൽ യാദൃശ്ചികമെന്ന് പറയട്ടെ, മിസ്രിലെ ഗവർണർ ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഠിന വിരോധിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയഘട്ടത്തിൽ അയാളെ കാബയിൽ വെച്ച് കാണുകയാണെങ്കിൽ പോലും വധിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യകാല ശത്രുതയെ സംബന്ധിച്ച് അമ്മാർ അടക്കമുള്ള ചില സഹാബാക്കൾ ഹൃദയത്തിൽ അസ്വസ്ഥത ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തിക്ക് എതിരായി കേട്ടപ്പോൾ അമ്മാറിനെ അത് വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹത്തിന് മേൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ശരിവെക്കുകയും ചെയ്തു. ഈ സ്വാഭാവിക പ്രതികരണത്തിൽ നിന്ന് പ്രയോജനമെടുത്തുകൊണ്ട് സബായികൾ, അതായത് അബ്ദുല്ലാ ബിൻ സബയുടെ ആളുകൾ അദ്ദേഹത്തിനെതിരെ ശക്തമായി നിലകൊണ്ടു. അവരോടൊപ്പം അമ്മാറും ചേർന്നു. എഴുതുന്നു, സിഫീൻ യുദ്ധാവസരത്തിൽ ഹദ്രത്ത് അമ്മാർ ബിൻ യാസിർ ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തിയും സമ്പത്തിലേക്കും സന്താനങ്ങളിലേക്കും തിരിയാൻ ആഗ്രഹിക്കാത്തവരും എവിടെ? അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഒരു ചെറിയ സംഘം എത്തി. ഹദ്രത്ത് അമ്മാർ അവരെ സംബോധന ചെയ്തുകൊണ്ട് ചെറിയ പ്രഭാഷണം നടത്തി. ജനങ്ങളെ, ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ രക്തത്തിന് പകരം ചോദിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മോടൊപ്പം പോരുവിൻ. ഹസ്രത്ത് ഉസ്മാൻ ആക്രമിക്കപ്പെട്ടു വധിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. അള്ളാഹുവാണ് സത്യം, അദ്ദേഹം ഹസ്രത്ത് ഉസ്മാനെ വധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. മറിച്ച് അവർ ഭൗതികതയുടെ സ്വാദം നുണഞ്ഞവരായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ എത്ര വലിയ ഫിത്നയാണ് ഉണ്ടായത് എന്ന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ജനങ്ങൾ ലൗകികതയെ പ്രണയിക്കുകയും അതിന്റെ പിന്നിൽ കൂടുകയും ചെയ്തിരിക്കുന്നു. സത്യത്തോട് അവർ കെട്ടുപിണയുകയാണെങ്കിൽ സത്യം അവർക്കും അവരുടെ ഭൗതികാരികൾക്കുമിടയിൽ തടസ്സമാകുമെന്ന് അവർക്കറിയാമായിരുന്നു. വാസ്തവത്തിൽ ജനങ്ങൾ അവരനുസരിക്കാനും അവർക്ക് നേതൃത്വം അർഹിക്കാനും മാത്രം അവർക്ക് ഇസ്ലാമിൽ യാതൊരു മേന്മയുമില്ലായിരുന്നു. അവർ അമീറാക്കാൻ അവർക്ക് യാതൊരു ശ്രേഷ്ഠതയുമില്ലായിരുന്നു. അവർ ഫിത്ന ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തത്. അവർ തങ്ങളുടെ അനുയായികളെ വഞ്ചിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്, നമ്മുടെ ഇമാം ദ്രോഹിതനായ അവസ്ഥയിൽ വധിക്കപ്പെട്ടു. അങ്ങനെ ധിക്കാരികൾ രാജാക്കന്മാരാകുകയാണ്. ഇത് ഒരു വലിയ കുൽസിത നീക്കമായിരുന്നു. അത് നിങ്ങൾ കാണുന്ന ഈ സ്ഥലം വരെയും എത്തുകയുണ്ടായി. അവർ അതിനകത്ത് ഉസ്മാൻ രക്തത്തിന് പകരം ചോദിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും രണ്ടാളുകൾ പോലും അവരെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം പറയുന്നു, അള്ളാഹുവേ, മുൻപ് പലതവണ ഞങ്ങളെ സഹായിച്ചതുപോലെ ഞങ്ങളെ സഹായിക്കണമേ. നീ അവരെ അവരുടെ ഉദ്ദേശങ്ങളിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാർക്കിടയിൽ പുതിയ കാര്യങ്ങൾ ആരംഭിച്ചത് കാരണം ഒരു വേദനാജനകമായ ശിക്ഷയിൽ ഒരുമിച്ചു കൂട്ടണമേ. മുഹമ്മദ് ബിൻ അമ്രം മറ്റും നിവേദനം ചെയ്യുന്നു, സിഫീൻ യുദ്ധത്തിൽ ഘോരമായ പോരാട്ടം നടക്കുകയായിരുന്നു. രണ്ടു കൂട്ടരും ഇല്ലായ്മ ചെയ്യപ്പെടുമെന്ന അവസ്ഥ വരെ എത്തി. മുആവിയ പറഞ്ഞു, ഈ അടിമ, അതായത് അമ്മാർ ബിൻ യാസിർ ദുർബലനാവുകയാണെങ്കിൽ ഇന്നേ ദിവസം അറബികൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നതാണ്. അതായത് ഹസ്രത്ത് അമ്മാർ ഷഹീദാവുകയാണെങ്കിൽ 3 രാപ്പകൽ ഘോര യുദ്ധം നടന്നു. ഹാഷിം ബിൻ ഉത്ബ ബിൻ അബി വക്കാസിന്റെ കയ്യിൽ ആയിരുന്നു കൊടിയുണ്ടായിരുന്നത്. 3-ാം ദിവസം ഹസ്രത്ത് അമ്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമായിരിക്കട്ടെ, താങ്കൾ എന്നെയും കൂടെ കൊണ്ടുപോകും. ഹാഷിം പറഞ്ഞു, അമ്മാർ
അള്ളാഹു താങ്കളോട് കരുണ ചൊരിയട്ടെ. യുദ്ധം താങ്കളെയും ദുർബലനും മോശക്കാരനുമാണെന്ന് കരുതുന്നു. ഞാൻ ഈ പതാകയുമായി പോകുന്നത് ഇത് മുഖേന ഞാൻ എൻ്റെ ലക്ഷ്യം പ്രാപിക്കുമെന്ന് കരുതിയിട്ടാണ്. ഞാൻ ദൗർബല്യം കാണിച്ചാലും മരണത്തിൽ നിന്ന് സുരക്ഷിതനാകുന്നതല്ല. അദ്ദേഹം ഹാഷിമിന്റെ കൂടെ തന്നെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തെയും സവാരിയിൽ കയറ്റി. സവാരിയിൽ കയറിയപ്പോൾ ഹദ്റത്ത് അമ്മാർ തന്റെ സൈന്യത്തിൽ എഴുന്നേറ്റ് നിന്നു. സുൽക്കില തന്റെ സൈന്യത്തിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കുകയുണ്ടായി. അവർ രണ്ടുപേരും പോരാടി മരിച്ചു വീഴുകയും ചെയ്തു. രണ്ട് സൈന്യവും നാമാവശേഷമായി. ഹദ്റത്ത് അമ്മാറിന് മേൽ ഹവിയ സക്കീറും ഹദ്റത്ത് ഖാദിയ മസ്നിയും ആക്രമണം നടത്തി. അബു ഖാദിയയോട് എങ്ങനെയാണ് വധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം തന്നെ സൈന്യവുമായി സമീപസ്ഥമായപ്പോൾ ഞങ്ങളും അദ്ദേഹത്തിനടുത്തെത്തി. അപ്പോൾ അദ്ദേഹം ആരെങ്കിലും നേരിടാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. യമനിലെ ഒരു ഗോത്രമായ സക്കാസാക്കിലെ ഒരാൾ മുന്നോട്ട് വന്നു. രണ്ടുപേരും തമ്മിൽ വാൾപ്പയറ്റ് നടത്തി. അമ്മാർ സക്സയെ വധിച്ചു. പിന്നീട് അദ്ദേഹം പൊരുതാൻ ആരുണ്ടെന്ന് ചോദിച്ചു. യമനിലെ മറ്റൊരു ഗോത്രമായ ഹമീറിലെ ഒരാൾ പോരാടാൻ മുന്നോട്ട് വന്നു. അവർ രണ്ടുപേരും വാൾപ്പയറ്റ് നടത്തി. അമ്മാർ ഹമീരിയെയും വധിച്ചു. ഹമേരി അദ്ദേഹത്തിനും പരിക്കേൽപ്പിച്ചിരുന്നു. വീണ്ടും എഴുതുന്നു, പൊരുതാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന്. ഞാൻ അദ്ദേഹത്തിനടുത്തേക്ക് നീങ്ങി പറഞ്ഞു, അഴിവയും ദുർബലനും പരസ്പരം വാൾപ്പേറ്റ് നടത്തി അദ്ദേഹത്തിന്റെ കൈ ദുർബലമാക്കിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് മേൽ ശക്തമായ ആക്രമണം നടത്തി. അങ്ങനെ അദ്ദേഹം വീഴുകയുണ്ടായി. തുടർന്ന് ഞാൻ വാളുകൊണ്ട് അദ്ദേഹത്തെ ശക്തമായി അടിച്ചു. അതേ തുടർന്ന് അദ്ദേഹം വിറങ്ങലിച്ചു പോയി. നിവേദകൻ പറയുന്നു, ഹദ്റത്ത് അമ്മാർ ഷഹീദാക്കപ്പെട്ടപ്പോൾ ഹദ്റത്ത് അലി പറഞ്ഞു, ഹദ്റത്ത് അമ്മാർ ബിൻ യാസറിന്റെ ഷഹാദത്തിനെ അനിതസാധാരണമായി മനസ്സിലാക്കാത്തവരും അതിൽ വേദനിക്കാത്തവരും തീർച്ചയായും സന്മാർഗമില്ലാത്തവരാകുന്നു. അള്ളാഹു അമ്മാറിന്റെ മേൽ കരുണ ചൊരിയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 സഹാബാക്കളുടെ പേരുകൾ പറയുമ്പോൾ 4-ാമത്തേത് അമ്മാറായിരുന്നു. 5 ആളുകളെ പരാമർശിക്കുമ്പോൾ അതിൽ 5-ാമൻ അമ്മാറായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യകാല സഹാബാക്കളിൽപ്പെട്ട ആളായിരുന്നു. നിരവധി തവണ അമ്മാറിന് സ്വർഗം അനിവാര്യമാക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ലായിരുന്നു. ആയതിനാൽ അമ്മാറിന് സ്വർഗം ആശംസിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നു, അമ്മമാർ സത്യത്തോടൊപ്പവും സത്യം അമ്മാറിനോടൊപ്പവുമാകുന്നു. അമ്മോർ എവിടെ പോവുകയാണെങ്കിലും സത്യം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. അമ്മാറിന്റെ ഘാതകൻ പിന്നീട് അഗ്നിയിലുമായിരിക്കും. സയ്യിദ് ബിൻ അബ്ദുറഹ്മാൻ തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഒരാൾ ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബിന്റെ അടുത്തെത്തി പറഞ്ഞു, ഞാൻ ജനാബത്തുള്ളവനാണ്, എനിക്ക് വെള്ളം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഹദ്റത്ത് അമ്മാർ ബിൻ യാസിർ ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബിനോട് പറഞ്ഞു, താങ്കൾക്ക് ഓർമ്മയില്ലേ, ഞാനും താങ്കളും ഒരു യാത്രയിലായിരുന്നു. താങ്കൾ നമസ്കരിച്ചില്ല. ഞാൻ മണ്ണിൽ മൃഗങ്ങൾ ഉരുളുന്നത് പോലെ ഉരുണ്ടു നമസ്കരിക്കുകയും ചെയ്തു. അതായത് വെള്ളം കിട്ടാതെ വന്നപ്പോൾ തയമം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കത് മതിയായതാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈയും ഭൂമിയിൽ അടിക്കുകയും പിന്നെ കൈകളിൽ ഊതി മുഖവും 2 കൈകളും തടവുകയും ചെയ്തു. അബൂ വായിൽ പറയുന്നു, ഹദ്റത്ത് അമ്മാർ ഞങ്ങളുടെ ഹ്രസ്വവും അതേസമയം പ്രൗഢവുമായ ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അബൂ യഹ്സാൻ, താങ്കൾ വളരെ പ്രൗഢമായി സംസാരിച്ചു, പക്ഷേ വളരെ ഹ്രസ്വമായിരുന്നു. താങ്കൾ എന്തുകൊണ്ട് ദീർഘിപ്പിച്ചില്ല? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാളുടെ നീണ്ട നമസ്കാരവും ഹ്രസ്വമായ പ്രഭാഷണവും അയാളുടെ ബുദ്ധിക്കുള്ള അടയാളമാകുന്നു. ആയതിനാൽ നമസ്കാരം നീട്ടുകയും പ്രഭാഷണം ചുരുക്കുകയും ചെയ്യുക. ചില പ്രഭാഷണങ്ങൾ മന്ത്രജാലമാകുന്നു. ഹസ്സാൻ ബിൻ ബിലാൽ പറയുന്നു, ഞാൻ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഓതി ചെയ്യുമ്പോൾ താടിക്കിടയിൽ കഴുകുന്നത് കണ്ടിട്ടുണ്ട്. അതായത് വിരലുകൾ താടിയിൽ തടവുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അഥവാ നിവേദകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, താങ്കൾ താടി കഴുകുകയാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടിയിൽ ഇങ്ങനെ തടവുന്നതായി കണ്ടിരിക്കെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യില്ല? ഹദ്റത്ത് ഗാലിബ് നിവേദനം ചെയ്യുന്നു, ഒരാൾ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആയിഷ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൗർഭാഗ്യവാനെ മാറിപ്പോ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയ പത്നിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയാണോ? ഈ കുറച്ച് വിവരണങ്ങൾ ഉണ്ടായിരുന്നു. ബാക്കി വന്നത് ഇൻഷാ അല്ലാഹ് പിന്നീടാകാം. ഒരു സങ്കടകരമായ വാർത്ത കൂടിയുണ്ട്. ബുർക്കിന ഫാസോയിൽ മിനിഞ്ഞാന്ന് നമ്മുടെ ഭാഗത്ത് 9 ആളുകളെ ഷഹീദാക്കുകയുണ്ടായി.
വളരെ സങ്കടകരമായ സംഭവമാണിത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരെ വളരെ മൃഗീയമായ രീതിയിലാണ് ഷഹീദാക്കിയത്. അത് അവരുടെ വിശ്വാസത്തിന്റെ പരീക്ഷണം കൂടിയായിരുന്നു. അതിലവർ ഉറച്ചു നിന്നു. ഇത് കണ്ണടച്ച് ഫയർ ചെയ്യുകയല്ലായിരുന്നു, മറിച്ച് ഓരോരുത്തരെയും വിളിച്ച് ഷഹീദാക്കുകയാണ് ചെയ്തത്. ഏതായിരുന്നാലും കുറച്ച് വിവരണങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ച് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശദമായി അടുത്ത ജുമാക്ക് വിവരിക്കുന്നതാണ്. അള്ളാഹു അവരിൽ കരുണ ചൊരിയുകയും എല്ലാവരുടെയും പദവികൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. ദുആയും ചെയ്തുകൊണ്ടിരിക്കുക. അവിടുത്തെ അവസ്ഥ, ഉഗ്രവാദികൾ വന്ന് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും മസ്ജിദ് ഉണ്ടാക്കുകയാണെങ്കിൽ, അവിടുത്തെ അവസ്ഥ ഉഗ്രവാദികൾ വന്ന് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും മസ്ജിദ് തുറക്കുകയാണെങ്കിൽ വീണ്ടും വന്ന് ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു അവിടെയുള്ള അഹമ്മദികളെ ഇവരുടെ ദ്രോഹങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വിശദമായി വിവരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.